നമസ്കാരം. ഐപ്ലസിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എക്സ്പെരിഡ് സിലബസിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ്. ഈ ഒരു എക്സാമിന് വേണ്ടി ഐപ്ലസ് പുതിയൊരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി വീഡിയോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് സിലബസിലേക്ക് പോകാം. സിലബസ് നോക്കാം. പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവുമാണ്. അതേപോലെ പാർട്ട് 2 ലഘുഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത. പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ്. പാർട്ട് 4 പ്രാദേശിക ഭാഷ, മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ. പാർട്ട് 5 ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയെക്കുറിച്ചാണ് സിലബസ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാനുള്ളത് പ്രാദേശിക ഭാഷ, മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ. കേരളത്തിലുള്ള എല്ലാ കുട്ടികളും മലയാളത്തിലായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഭാഗങ്ങളും മലയാളത്തിൻ്റെ വ്യക്തമായ ഡീപ്പായിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മലയാളത്തിന് സിലബസ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ 10ാം ക്ലാസ് മുതൽ എക്സാം, അതായത് 10ാം ക്ലാസ് ലെവലിൽ ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ള PSC എഴുതുന്ന എല്ലാ കുട്ടികളും നമ്മൾ മലയാളത്തിൻ്റെ ജനറൽ PSC എഴുതുന്ന എല്ലാ കുട്ടികളും ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ വ്യക്തമായിട്ടുള്ള കുറച്ചും കൂടി ആഴത്തിലുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടോപ്പിക്ക് കണ്ടുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ മലയാളത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ മലയാളത്തിൽ പഠിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജനറൽ PSCക്ക് പഠിക്കുന്നത് നാമം, സർവനാമം, ക്രിയ, അതേപോലെ കാരകം, പ്രകാരം, അനുപ്രയോഗം, ഇതിൻ്റെയൊക്കെ വ്യക്തമായ ഡീപ്പായിട്ടുള്ള ഭാഗങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ കവർ ചെയ്തു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ കുറച്ച് വൊക്കാബുലറി ഭാഗങ്ങൾ, അതായത് വിപരീതപദം, ഒറ്റപ്പദം, പര്യായം, അർത്ഥം, അർത്ഥവ്യത്യാസമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പം അതായത് പദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാനും അതിൻ്റെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാനും അതുപോലെ തെറ്റില്ലാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയാണ് മലയാളത്തിലെ നമുക്ക് തന്നിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം, ഒരു അവസാനം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശൈലികളുടെ അർത്ഥം പറഞ്ഞേക്കുന്ന ശൈലി എന്ന് പറഞ്ഞാൽ ഘടദീപം. ആ ഘടദീപം, ഘടം മീൻസ് കുടമാണ്, കുടത്തിലെ വിളക്ക് എന്നാണ് ഘടദീപം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഘടദീപത്തിനെ വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് അവർ തരും. ആ കുടത്തിലെ വിളക്ക് എന്ന അർത്ഥം വരുന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് മലയാളത്തിൽ അവർ സിലബസ് വൈഡായിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് ക്ഷേത്രകാര്യങ്ങളെ കുറിച്ചാണ്. ക്ഷേത്രകാര്യങ്ങളിൽ ഹൈന്ദവ സംസ്കാരം, ആചാര അനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയാണ്. അപ്പോൾ ഇതിനകത്തും വ്യക്തമായിട്ട് ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഡീപ്പായിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാനുള്ളത് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സാം പ്രതീക്ഷിക്കുന്നത് ആഗസ്റ്റിലേക്ക് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ആഗസ്റ്റിലേക്ക് എക്സാം പ്രതീക്ഷിക്കുമ്പോൾ അത് ഇത്രയും വൈഡായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി, അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ച് ആഗസ്റ്റ് മാസത്തിലേക്ക് എക്സാം എഴുതാൻ വേണ്ടി നിങ്ങളെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഐപ്ലസ്. അപ്പം ഈ ഐപ്ലസിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഐപ്ലസിൻ്റെ കോഴ്സിൽ ചേരുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക. എന്നിട്ട് നമ്മളെ കോഴ്സിൽ ആകുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് പഠിക്കാം. അതായത് നമ്മൾക്കിപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മുൻകാല ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത്, അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും എല്ലാവരും LDC ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 38ഓളം വിളിച്ചിട്ടുണ്ട്. 38ഓളം പോസ്റ്റിലേക്ക് അവരെ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ വ്യക്തമായും ഡീപ്പായിട്ടും പഠിച്ചതിന് ശേഷം LDC തന്നെ 36 വേക്കൻസിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ 36 വേക്കൻസിയിൽ ആദ്യത്തെ ഒരു 10 റാങ്കിനകത്ത് നമ്മൾ ഉൾപ്പെടണം. ഈ 10 റാങ്കിന് നമ്മൾ ഉൾപ്പെടുമ്പോൾ തന്നെ നമുക്ക് എന്നത്തേക്കിനാണ് ജോലിക്ക് പ്രതീക്ഷിക്കാവുന്നത്? ഡിസംബറിലേക്ക് അവർ നമ്മളെ ജോലിക്ക് വിളിക്കും. കാരണം സാധാ ജനറൽ PSC പോലെ 3 വർഷത്തെ ലിസ്റ്റിന്റെ കാലാവധിയോ അല്ലെങ്കിൽ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു സമയമല്ല. കാരണം പെട്ടെന്ന് അവർ പരീക്ഷ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റും ഇടും. പെട്ടെന്ന് നമ്മളെ ജോലി
ജോലിക്ക് വിളിക്കുന്ന ഒരു പോസ്റ്റാണ് ദേവസ്വം ബോർഡിന്റെ എല്ലാ എക്സാമുകളും. കഴിഞ്ഞ വർഷമാണ് മലബാർ ദേവസ്വം ബോർഡ് വിളിച്ചത്. തൊട്ടുപുറകെ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട്. ഇനി ഇത് അധികം താമസിയാതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിക്കുന്നുണ്ട്. ആകെ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. ഈ 5 ദേവസ്വം ബോർഡുകളിലും വേക്കൻസിക്ക് അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് എക്സാമുകൾ അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാനും പറ്റും. അപ്പം ദേവസ്വം കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ മലയാളം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വളരെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റും, നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റുന്ന ഭാഗമാണ്. ക്ഷേത്രകാര്യങ്ങൾ ഏകദേശം ഒരു 10 മുതൽ 20 മാർക്ക് വരെ ഓരോ പോസ്റ്റിനും മാർക്കിന് വ്യത്യാസം വരുന്നുണ്ട്. അത് പരീക്ഷയോട് അടുപ്പിച്ച് മാത്രമേ ഒരു സിലബസ് വ്യക്തമായിട്ട് അവർ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഏകദേശം എന്തായാലും ഒരു 10 മുതൽ 20 മാർക്കിനകത്ത് വരെ നമുക്ക് ക്ഷേത്രകാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ക്ഷേത്രകാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം പ്രാധാന്യം കൊടുത്തു പഠിച്ച് നമ്മൾ ആ വ്യക്തമായ ധാരണയിലെത്തി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ഒരു 10 റാങ്കിനകത്ത് നമുക്ക് ഉൾപ്പെടാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളായിരിക്കണം. ക്ഷേത്രവുമായി വിശ്വാസം, ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധമുള്ള വിശ്വാസമുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ആപ്ലിക്കൻസ്, അതായത് അപേക്ഷ അയക്കേണ്ടുന്നവർ. അപ്പം ഹിന്ദുമത വിശ്വാസികളായിരിക്കണം എന്നുള്ളത് പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് മതക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാറില്ല. സാധാരണ കുട്ടികളാരും അപ്ലൈ ചെയ്യാറില്ല, ഹിന്ദുക്കൾ മാത്രം മതിയല്ലോ. അപ്പം ഇവിടെ ഒരു 500 രൂപ പരീക്ഷാ ഫീസ് വരുന്നുണ്ട്. അങ്ങനെയും കൂടി വരുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ കുറവായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പം ജനറൽ PSC അപ്ലൈ ചെയ്യുമ്പം 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു കുട്ടിക്ക് LDC വിളിക്കുകയാണ്. എല്ലാവരും 10ാം ക്ലാസ് ജയിച്ചവരാണ്. ഇന്ന് 10ാം ക്ലാസ് ജയിക്കാത്തവരാരുമില്ല, എല്ലാവരും അപേക്ഷ അയക്കും. അപ്പം അതേ സമയത്ത് ദേവസ്വം ബോർഡിന്റെ എക്സാമിന് വേണ്ടിയിട്ട് 500 രൂപ പരീക്ഷ ഫീസുമുണ്ട്. 10ാം ക്ലാസ് ജയിച്ചവർ ഈ 500 രൂപ മുടക്കി എനിക്ക് കിട്ടുമോ ഇല്ലെങ്കിൽ കിട്ടത്തില്ലേ, ഭയങ്കര പാടായിരിക്കും. പിന്നെ പുറകിലുള്ള മറ്റൊരു കാര്യം, പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളൊരു അവിശ്വാസം നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു 10ലോ അല്ലെങ്കിൽ 20ഓ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെങ്കിൽ പിൻവാതിൽ നിയമനം കൊണ്ടൊന്നും നമുക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ റാങ്ക് നമ്മൾ എത്ര മാർക്കിന് പരീക്ഷ എഴുതിയെന്ന് ഓരോ കുട്ടികൾക്കും അറിയാൻ പറ്റും. അപ്പം നമ്മൾ 100ൽ 90 മാർക്ക് വാങ്ങിച്ചെങ്കിൽ നമുക്ക് തരാതെ അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ള നമ്മളെക്കാളും മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് കൊടുത്തിട്ട് 90 മാർക്കുള്ള കുട്ടിക്ക് കൊടുക്കാതിരിക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതെന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഇതിന് ആപ്ലിക്കൻസ് ഉള്ളൂ. അതായത് ഉദ്യോഗാർത്ഥികൾ കുറച്ച് കുട്ടികൾ മാത്രമേ ഇതിന് അപേക്ഷ അയക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഹിന്ദുമത വിശ്വാസികളായിരിക്കണം. ഹിന്ദുമതത്തിൽ വിശ്വാസമുള്ളവരും എല്ലാവരും ഇത് അയക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ 500 രൂപ പരീക്ഷാ ഫീസ് ഉണ്ട്, അത് മുടക്കാൻ ആരും അധികം മെനക്കെടാറില്ല. അപ്പം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇത് ദേവസ്വം ബോർഡിന്റെ പരീക്ഷകൾക്ക് അപേക്ഷ അയക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ അയച്ച ഓരോ കുട്ടികൾക്കും വളരെ എളുപ്പത്തിലും അതേപോലെ തന്നെ വളരെ ലഘുവായിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ ഒരു റാങ്ക് ഹോൾഡർ ആക്കാൻ വേണ്ടിയിട്ട് I+ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും എപ്പോഴായാലും നിങ്ങളെ സഹായിക്കാൻ I+ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏത്? അറിയാമല്ലോ, ഇന്ത്യയിലാണ് ചോദ്യം വന്നത്. പക്ഷേ നമ്മുടെ കോട്ടയം ജില്ലയിലാണ്, തിരുവാർപ്പ് ക്ഷേത്രത്തിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത്, ദേവസ്വം മന്ത്രിയായ ആദ്യത്തെ ദളിത് മന്ത്രി ആര് എന്ന് ചോദിക്കാം. അപ്പം സാധാരണ എല്ലാവർക്കും അറിയാവുന്നത് മന്നത്ത് പത്മനാഭന്റെ കാര്യമാണ്, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് ഓർമ്മ വരുന്നതും അതേപോലെ തന്നെ ഓപ്ഷനിലും മന്നത്ത് പത്മനാഭൻ കാണും, എല്ലാവരും അത് കറപ്പിക്കുകയും ചെയ്യും. പക്ഷേ ആൻസർ തെറ്റാണ്. ഈശ്വര വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈശ്വരൻ വാര്യരല്ല, സോറി, MLA വെള്ളര ഈച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. MLA വെള്ള ഈച്ചരൻ എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു ആദ്യത്തെ ദേവസ്വം ബോർഡ് ദളിത് മന്ത്രിയായ വ്യക്തി എന്ന് പറയുന്നത്. വെള്ള ഈച്ചരൻ എന്നാണ് കേട്ടോ, MLA വെള്ള ഈച്ചരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം മന്നത്ത് പത്മനാഭനല്ല, ആദ്യത്തെ ദളിത് മന്ത്രിയായിരുന്നു വെള്ള ഈച്ചരൻ എന്ന് പറയുന്നത്.
അതേപോലെ നമുക്ക് പറയാവുന്ന ഭാഗമാണ് വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. വേദാംഗങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 6 എണ്ണമാണ്. അപ്പൊ വേദങ്ങളെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷേ വേദാംഗങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം ഉണ്ടാകും? 6 എണ്ണമാണ് വേദാംഗങ്ങൾ. അതുപോലെ യുഗങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. ആ യുഗങ്ങളിൽ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന യുഗമേത് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കാം? ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ യുഗമേത്, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യുഗമേത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വ്യക്തവും നമുക്ക് വേണ്ടുന്നതും ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ഒരു റാങ്ക് ഹോൾഡർ ആക്കാൻ എപ്പോഴും I+ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം അഡ്മിഷനെ കുറിച്ചും അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇത്രയുമാണ് നമുക്ക് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും മലയാളത്തെക്കുറിച്ചും പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.